Hi students, welcome back to our English class, grammar class for 4th standard students. Okay, in the last class we have discussed about the second lesson, little girls are wiser than elders. Today, in this class, we are going to learn about conjunctions. Conjunctions. C-O-N-J-U-N-C-T-I-O-N-S. Conjunctions. Conjunctions എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഈ വേർഡ്സ് ആണ് conjunctions ആയിട്ട് ഉപയോഗിക്കുന്നത്. Listen. And, but, or, so, because. ഏതൊക്കെയാണ്? And, but, or, so, because. അതായത് കൺജങ്ഷൻസ് എന്ന് പറയുമ്പോൾ രണ്ട് സെന്റൻസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് കൺജങ്ഷൻസ്. ഓക്കെ, കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് സെന്റൻസുകളെ തമ്മിൽ അതായത് അതിന്റെ മീനിങ് അനുസരിച്ച് നമ്മൾ ജോയിൻ ചെയ്യും. കൺജങ്ഷൻ ഇസ് എ വേർഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പൈൻ വേർഡ്സ് ഓർ സെന്റൻസ്. വേർഡ്സുകളെ തമ്മിൽ അല്ലെങ്കിൽ സെന്റൻസുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൺജങ്ഷൻസ്. Conjunctions combine two or more short sentences into one longer sentence. രണ്ട് ചെറിയ സെന്റൻസുകളെ ഒരു ലോങ് സെന്റൻസ് ആക്കി മാറ്റാൻ കൺജങ്ഷൻസിന് സാധിക്കും. അപ്പൊ കൺജങ്ഷൻസ് ഓർക്കുക ആൻഡ്, ബട്ട്, ഓർ, സോ, ബിക്കോസ്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എളുപ്പ വഴി. അപ്പൊ നമ്മൾ പറയാം ആൻഡ്. ആൻഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ മലയാളം മീനിങ്ങും കൂടി നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഒരു സെന്റൻസ് കാണുമ്പോൾ നമുക്ക് അത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഈസ് യൂസ്ഡ് ടു ജോയിൻ സെന്റൻസ് where one action followed as a result of another. ഒരു ആക്ഷന്റെ ഫലമായിട്ട് വേറൊരു ആക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ വൺ ആക്ഷൻ ഒരു ആക്ഷനോട് കൂടി തന്നെ അടുത്ത ആക്ഷന് വരുന്നു. അതാണ് ആൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ആൻഡ് എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് എന്താണ്? രണ്ട് കാര്യങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന രണ്ട് കാര്യങ്ങൾ, അതും ഇതും അല്ലേ? ആൻഡ് അല്ലെ, രണ്ട് പേരുടെ പേര് പറയുകയാണെങ്കിൽ വീണ ആൻഡ് ജോർജ്. ഓക്കെ, അപ്പൊ ആൻഡ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ രണ്ട് കാര്യവും എന്നുള്ള ഒരു മീനിങ്ങിലാണ് ആൻഡ് ഉപയോഗിക്കുന്നത്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ബട്ട്. ആൻഡ് കഴിഞ്ഞു. ദെൻ ബട്ട് അറിയാം എന്താണ് മലയാളത്തിൽ? പക്ഷേ അല്ലേ? അപ്പൊ ഒരു കോൺട്രാസ്റ്റ് കാര്യം. അപ്പൊ ഒരു കാര്യം പറയുന്നു, എനിക്ക് ഇന്നതാണ് ഇഷ്ടം, പക്ഷേ ഞാൻ ഇതും കഴിക്കും അല്ലേ? അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്ത് ഉപയോഗിക്കുന്നു? ബട്ട്, പക്ഷേ എന്നുള്ള ഒരു ഇത്. ദെൻ ഓർ. അതെന്താണ്? ഓർ രണ്ട് കാര്യങ്ങൾ. ഇത് അതായത് ടീ ഓർ കോഫി, ഏതാണ് വേണ്ടത്? ടീ കോഫി കൂടി നല്ല പറയുന്നത്. അപ്പൊ എന്താണ്? ടീ ഓർ കോഫി. ടീ അല്ലെങ്കിൽ കാപ്പി അല്ലേ? അപ്പൊ അതാണ് ഓർ ഉപയോഗിക്കുന്നത്. ഓർ മീൻസ് എന്താണ്? ഓർ ഈസ് യൂസ്ഡ് വെൻ എ ചോയ്സ്. രണ്ട് കാര്യം കാണിച്ചിട്ട് ഇതിനകത്ത് ഏതാണ്? അപ്പൊ ചോയ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഓർ ഉപയോഗിക്കുന്നത്. ക്ലിയർ? ദെൻ സോ. സോ മീൻസ് അതായത് റിസൾട്ട് പറയുന്നതാണ്. സോ ഈസ് യൂസ്ഡ് വെൻ യു ടോക്ക് അബൌട്ട് ദ റിസൾട്ട്. അതായത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അല്ലേ? അപ്പൊ സോ, അതുകൊണ്ട് സോ. അപ്പൊ റിസൾട്ട് പറയാനായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? സോ. ഞാൻ പറഞ്ഞല്ലോ ഗ്രാമറൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിൽ വെക്കണം. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിൽ ശരിയായിട്ട് അത് എഴുതാനായിട്ട് സാധിക്കും. ദെൻ ബിക്കോസ്. എന്താണ്? ബിക്കോസ് ഈസ് യൂസ്ഡ് വെൻ യു വാണ്ട് ടു സ്റ്റേറ്റ് ദ റീസൺ. ഒരു കാരണം പറയുക. ഞാൻ ഇന്നലെ വരാതിരുന്നത് ബിക്കോസ് ഓഫ് അല്ലേ? അപ്പൊ എന്താണ് അതിനൊരു റീസൺ പറയാനായിട്ടാണ് നമ്മൾ ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ. ക്ലിയർ ആയോ? അപ്പം ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം. ഒരു കാര്യം കഴിഞ്ഞ് അതിന് ശേഷം അതിനെ ഫോളോ ചെയ്ത് തന്നെ നെക്സ്റ്റ് അടുത്ത ഒരു കാര്യം കൂടെ വരുന്നു. അതാണ് ആൻഡ്. ബട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതാണ്. ഒരു കാര്യം പറഞ്ഞു, പക്ഷേ അത്. ദെൻ ഓർ, ചോയ്സ് വരുന്നത് ടീ ഓർ കോഫി. ദെൻ സോ, റിസൾട്ട് പറയുന്നതാണ്. ഒരു കാര്യം പറഞ്ഞു, അതുകൊണ്ട് സോ. ദെൻ ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ. ഓക്കെ, അത് റീസൺ പറയുന്നതിനാണ് ബിക്കോസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാനിവിടെ 5 സെന്റൻസ് എഴുതിയിട്ട് ഇവിടെ നമുക്ക് ഏതാണ് ചേർക്കാൻ
വരേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, read the sentence. My pet will eat almost anything. എൻ്റെ പെറ്റ് ഒരുമാതിരിപ്പെട്ട എല്ലാം കഴിക്കും. ഓൾമോസ്റ്റ് എനിത്തിങ്. അത് കഴിഞ്ഞിട്ട് സെന്റൻസ് നോക്കി, he likes cake the best. പക്ഷേ അല്ലേ, അപ്പൊ നമ്മൾ അവിടെ എങ്ങനെയാ പറയുന്നത്? അവന് എന്താണ് ഇഷ്ടം? കേക്കാണ്. എല്ലാം കഴിക്കും, പക്ഷെ കേക്കാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ അവിടെ എന്താവും വരുന്നത്? കോൺട്രാസ്റ്റ്. എല്ലാം കഴിക്കുമെന്ന് ഇവിടെ പറയുന്നു, പക്ഷെ അവിടെ ഒരു വേറെ അല്ലെ അതിന്റെ കോൺട്രാസ്റ്റ് പറയുന്നു. അപ്പൊ അതെന്താണ്? പക്ഷേ അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? മൈ പെറ്റ് വിൽ ഈറ്റ് ഓൾമോസ്റ്റ് എനിത്തിങ്. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി. ദെൻ ഇവിടെ എന്താക്കി? ബട്ട്. പിന്നെ ഈ വരുന്ന ഫുൾ സ്റ്റോപ്പിന് ശേഷം വരുന്ന കാര്യങ്ങളാണ് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചത്. അപ്പൊ നമ്മളിവിടെ എന്ത് ഉപയോഗിച്ചാൽ മതി? സ്മോൾ ലെറ്റർ. ബട്ട് he likes cake the best. കണ്ടോ? ഒറ്റ സെന്റൻസ് ആക്കി. My pet will eat almost anything, but he likes cake the best. പക്ഷേ കേക്ക് ആണ് ഇഷ്ടം. ക്ലിയർ ആയല്ലോ? Then next, the bird flew over my head. ബേർഡ് എന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നു. It landed on the roof. അത് എവിടെ വന്ന് ലാൻഡ് ചെയ്തു? റൂഫിൽ വന്ന്, മേൽക്കൂരയിൽ വന്ന് ലാൻഡ് ചെയ്തു. റൂഫിൽ വന്ന് ലാൻഡ് ചെയ്തു. അവിടെ നമുക്ക് ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം ഫോളോ ചെയ്ത് തന്നെ അടുത്ത കാര്യം വന്നു. തലയ്ക്ക് മുകളിലൂടെ പറന്നു. എവിടെ വന്ന് ലാൻഡ് ചെയ്തു? റൂഫിൽ വന്ന് ലാൻഡ് ചെയ്തു. അപ്പോൾ അവിടെ എന്താണ്? ഒരു കാര്യത്തെ ഫോളോ ചെയ്ത് അടുത്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? ആൻഡ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? The bird flew over. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. The bird flew over my head. ഇവിടെ ഫുൾ സ്റ്റോപ്പ് മാറ്റുക. എന്താക്കുക? ആൻഡ്. കണ്ടോ? ആൻഡ്. The bird flew over my head and പിന്നെ ഇറ്റ് വേണം. അതായത് ബേർഡിന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞു. നമ്മളിപ്പോ ഒറ്റ സെന്റൻസ് ആക്കുക. അപ്പൊ എന്ത് വേണ്ട? ഈ ഇറ്റ് വേണ്ട. കണ്ടോ? അപ്പൊ എങ്ങനെ വരും? The bird flew over my head and landed on the roof. ക്ലിയർ ആയോ? അപ്പൊ ആൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത് വന്ന് ഇറ്റ്, അതായത് ബേർഡിനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് എന്ന്. അത് നമ്മൾ കാണും. ക്ലിയർ? Then third question, do you like Diwali? കണ്ടോ? ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ദിവാലി ഇഷ്ടമാണോ? പിന്നെ വീണ്ടും do you like Holi? കണ്ടോ? അവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? നിങ്ങൾക്ക് ദിവാലി ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഹോളി ഇഷ്ടമാണോ? ഒരു ചോയ്സ് ആണ്. ചോയ്സ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഉപയോഗിക്കുന്നത്? ഓർ. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെയാണ്? ഡു യു ലൈക്ക് ദിവാലി? ക്വസ്റ്റ്യൻ മാർക്ക് മാറ്റുന്നു. ഇവിടെ എന്താകുന്നു? ഓർ. പിന്നെ ഡു യു ലൈക്ക് ഹോളി എന്ന് വേണം. ഓർ ഡു യു ലൈക്ക് ഹോളി എന്ന് വേണം. ഡു യു ലൈക്ക് ദിവാലി ഓർ പിന്നെ ഇതൊന്നും വേണ്ട. ഡു യു ലൈക്ക് വേണ്ട. പിന്നെ എന്ത് മതി? ഹോളി. ഡു യു ലൈക്ക് ദിവാലി ഓർ ഹോളി? ക്ലിയർ ആയോ? ഡു യു ലൈക്ക് ദിവാലി ഓർ ഹോളി? ഓക്കെ. ഐ വാണ്ട് ടു സ്ലീപ്. എനിക്ക് ഉറങ്ങാൻ ആഗ്രഹമുണ്ട്. ഐ വാണ്ട് ടു സ്ലീപ്. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആണ്. മൈ മദർ വാണ്ട്സ് മീ ടു സ്റ്റഡി. പക്ഷെ അമ്മയ്ക്ക് എന്താണ് ആഗ്രഹം? എന്നെ പഠിക്കാനായിട്ടാണ്. അപ്പൊ അവിടെ എന്താ ഉപയോഗിക്കുന്നത്? കോൺട്രാസ്റ്റ് ആണ്. ഇവിടെ ഒരാൾക്ക് ഉറങ്ങാൻ ഇഷ്ടം, അവിടെ ഒരാൾക്ക് പഠിപ്പിക്കാൻ ഇഷ്ടം. അപ്പൊ എന്താണ്? ബട്ട്. അപ്പൊ എങ്ങനെ എഴുതുന്നത്? ഐ വാണ്ട് ടു സ്ലീപ്. ഇവിടെ ഈ ഫുൾ സ്റ്റോപ്പ് മാറ്റിയിട്ട് എന്താക്കുന്നു? ബട്ട് മൈയുടെ എം ക്യാപിറ്റൽ ലെറ്റർ എന്താക്കുന്നു? സ്മോൾ ലെറ്റർ. ഓക്കെ. ബട്ട് മൈ മദർ വാണ്ട്സ് മീ ടു സ്റ്റഡി. ശ്രദ്ധിച്ചു പഠിക്കണം. ഓരോന്നും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കും. ഐ വാണ്ട് ടു സ്ലീപ് ബട്ട് മൈ മദർ വാണ്ട്സ് മീ ടു സ്റ്റഡി. കണ്ടോ? അപ്പൊ എനിക്ക് ഉറങ്ങാൻ ഇഷ്ടം, പക്ഷെ എൻ്റെ അമ്മയ്ക്ക് പഠിക്കാനായിട്ടാണ് ഇഷ്ടം. ഓക്കെ. ലാസ്റ്റ് വൺ, മൈ ഫാദർ ഗോട്ട് ദ വെജിറ്റബിൾസ്. ഫാദറിന് വെജിറ്റബിൾസ് കിട്ടി. മൈ സിസ്റ്റർ മെയ്ഡ് എ സാലഡ്. എൻ്റെ സിസ്റ്റർ സാലഡ് ഉണ്ടാക്കി. അപ്പം എൻ്റെ ഫാദറിന് വെജിറ്റബിൾസ് കിട്ടി, പക്ഷേ എൻ്റെ സിസ്റ്റർ സാലഡ് ഉണ്ടാക്കി. ഇത് ക്ലിയർ ആണ്. അപ്പം ബട്ടല്ല. പിന്നെ ഓറല്ല. ഇവിടെ ചോയ്സ് ഒന്നുമില്ല. ആൻഡ് വരും. ഒരു കാര്യം കഴിഞ്ഞിട്ടല്ല. ആൻഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. എങ്കിലും അതിന് കുറച്ച് ആപ്റ്റ് ആയിട്ടുള്ളത് സോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്. അപ്പൊ എങ്ങനെയാ വരുന്നത്? മൈ ഫാദർ ഗോട്ട് ദ വെജിറ്റബിൾസ്.
സെന്റൻസ് തുടങ്ങുന്ന ക്യാപിറ്റൽ ലെറ്ററിലാണ്. അത് ഒറ്റ സെന്റൻസ് ആക്കുമല്ലേ, അപ്പൊ അത് സ്മോൾ ലെറ്ററിൽ ആക്കുക. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം, അല്ല വെറുതെ എഴുതിയാൽ പോരാ. ക്ലിയർ? സോ മൈ സിസ്റ്റർ മെയ്ഡ് എ സാലഡ്. അതുകൊണ്ട് എന്റെ സിസ്റ്റർ എന്തുണ്ടാക്കി? സാലഡ് ഉണ്ടാക്കി. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഓരോന്നും വരുന്നതെന്ന്. കൺജങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ടേക്ക് യുവർ ടെക്സ്റ്റ്. Second question, fill in the blanks with correct conjunction and or but so or because. Asha has a dosha dash idli. നോക്കിയേ, ദോശ ഓർ ഇഡ്ലി ചോയ്സ് ആണ്, അതുകൊണ്ട് എന്താണ് വരുന്നത്? ഓർ. ദെൻ ഷീ സ്കോൾഡഡ് ഹിം. അവൾ അവനെ വഴക്ക് പറഞ്ഞു. ഡാഷ് ഹി ഗോട്ട് ആംഗ്രി. അതുകൊണ്ട് അപ്പം എന്താണ്? സോ ഹി ഗോട്ട് ആംഗ്രി. ജയ് ലോസ്റ്റ് ഹിസ് ബാഗ്. ജയ്ക്ക് ബാഗ് നഷ്ടപ്പെട്ടു. ബാക്കി നോക്കിയേ, ഹി സ്റ്റിൽ സീംസ് ഹാപ്പി. അവൻ വളരെ ഹാപ്പിയാണ്. അപ്പം എന്താ? എന്നിട്ടും. ബട്ട് കോൺട്രാസ്റ്റ് ആണ്. ഇവിടെ ബാഗ് നഷ്ടപ്പെട്ട സങ്കടമാണ് വരേണ്ടത്. എന്നിട്ടും അപ്പം എന്താണ്? പക്ഷേ. ബട്ട് ദേ വാണ്ട് ടു ഗോ ഹോം ഏർലി. നേരത്തെ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ്? റീസൺ പറയുക അല്ലേ? അപ്പോൾ ബിക്കോസ് ഓഫ് റെയിൻസ്. ബിക്കോസ് ഓഫ് ദ റെയിൻസ്. സാം വാണ്ടഡ് ടു പ്ലേ ദ ഗിറ്റാർ. സാം ആഗ്രഹിക്കുന്നത് എന്താണ്? ഗിറ്റാർ പ്ലേ ചെയ്യാനായിട്ടാണ്. പക്ഷെ അവിടെ ഒരു കോൺട്രാസ്റ്റ് വരുന്നു. ബട്ട് ഹിസ് ഫ്രണ്ട് പ്ലേഡ് ദ പിയാനോ. പക്ഷെ പിയാനോ ആണ് ഫ്രണ്ട് പ്ലേ ചെയ്തത്. അവിടെ കോൺട്രാസ്റ്റ് വരുന്നത് കൊണ്ട് ബട്ട്. ദെൻ ആർ യു കമ്മിങ് വിത്ത് മീ? എൻ്റെ കൂടെ വരുന്നു. ഡാഷ് ഗോയിങ് ഹോം. അതോ വീട്ടിൽ പോകുന്നു. അപ്പോൾ എന്താണ്? അവിടെ 2 ചോയ്സ് ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഓർ ഗോയിങ് ഹോം. ഓക്കെ, ടുഡേയ്സ് ക്ലാസ് ഇസ് ഓവർ. ഇന്നത്തെ കൺജങ്ഷൻ ആയിരുന്നു, ശ്രദ്ധിച്ചു പഠിക്കുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ താങ്ക് യു. സ്റ്റഡി.